കുഞ്ഞിച്ചോ മിനാസാൻ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാനോ മിഷിൻ്റെ മാൻഹുഡ് മലയാളം എക്സ്പ്ലനേഷൻ ആണ്. ആൻഡ് എപ്പിസോഡ് 5 ആയിരിക്കും നമ്മൾ ഇന്ന് ചെക്ക് ചെയ്തിട്ട് പോകുന്നത്. സോ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രമേ ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഏകദേശം 60,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. ഗൈസ് റിയലി താങ്ക്സ്, നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിന് ഞാൻ 100,000 താങ്ക്സ് പറയുവാണ്. സോ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് ഗ്രോ ചെയ്യാനുള്ള ഹെൽപ്പും എല്ലാം തന്നെ ചെയ്തേക്കണേ. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നിർത്ത് സിയോപ്പം പറയുകയും ചെയ്യും, നിനക്കൊരു വാരിയർ ആകണമെന്നുണ്ടെങ്കിൽ നിനക്ക് ബാക്കിയുള്ളവരെ എല്ലാവരും എങ്ങനെ സർപ്പാസ് ചെയ്യാൻ പറ്റുമെന്ന് വേണം ചിന്തിക്കാനായിട്ട്. നീ ഇവിടെ കിടക്കുന്ന അടുത്ത 2 ആഴ്ച ബാക്കിയുള്ളവരെല്ലാവരും നിന്നെ കടത്തി വെട്ടുന്നതായിരിക്കും. സോ നീ ഇവിടെ ചുമ്മാ കിടക്കാൻ നിർത്ത് ബാക്കിയുള്ളവരെല്ലാവരും നിനക്ക് കയ്യെത്താത്ത ദൂരത്തിലേക്ക് മുന്നിലേക്ക് പോവുകയും ചെയ്യും. അവൻ പറയുന്നത് ഒരു ഫാക്റ്റ് തന്നെയാണ്, പക്ഷേ ഞാനവിടെ കിടന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും എന്നെ സംശയിക്കും. ഈ സമയത്ത് അവനട്ടെ നോക്കുന്ന ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, നിനക്കറിയാവോ ആ ചുമലത്തല എന്തിനാണ് നിന്നെ ഇവിടേക്ക് വിട്ടതെന്ന്? അല്ല, അതെനിക്ക് ഇന്റേണൽ ഇഞ്ചുറീസ് ഉള്ളത് പറഞ്ഞല്ലേ? അതെ, പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് കുറച്ച് സ്ട്രേഞ്ച് അല്ലേ? നീ മാത്രമല്ലല്ലോ അവിടെ ഇഞ്ചേർഡ് ആയത്, ബാക്കി ആരെങ്കിലും ഇവിടെ ഒന്ന് കിടപ്പുണ്ടോ? ഈ സമയത്താണ് അവനും അത് ശ്രദ്ധിക്കുന്നത്. ഒരു ട്രൂ വാരിയറിന് മാർഷൽ ആർട്സ് ഒക്കെ മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ് QI അഡ്ജസ്റ്റ്മെൻറ്റ്. പക്ഷേ അത് നിനക്കില്ല, അതുകൊണ്ടാണ് നിന്നെ ഇവിടേക്ക് അയച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് മറ്റുള്ളവരെക്കാട്ടും പെട്ടെന്ന് ഒന്ന് ഹീൽ ചെയ്യാനായിട്ട്. അതിനർത്ഥം അതെ, നിനക്ക് എങ്ങനെ പോയാലും QA അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കണം, പക്ഷേ അതിനുവേണ്ടി നിനക്ക് ഇന്റേണൽ പവേഴ്സും ആവശ്യമാണ്. സോ അതാണല്ലേ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. കാര്യം എനിക്ക് എൻ്റെ QA അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാമല്ലാത്തത് കൊണ്ട് തന്നെ. ശരിയാണ്, ഇദ്ദേഹം പറയുന്ന വെച്ചാൽ ഞാൻ കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് ആണ്. ഈ സമയത്ത് സിയോപ്പം പറയും ചെയ്യും, ഇതാണ് കറക്റ്റ് ടൈം, നിനക്ക് എന്തായാലും QA അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാ. ഈ സമയത്ത് നിനക്ക് മറ്റുള്ളവരെക്കാട്ട് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അത് പിന്നെ പറ്റും, ഞാനും ഉണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യം തന്നെയാണ്. പെട്ടെന്നാണ് അവൻ ആ ഒരു കാര്യം ആലോചിച്ചത്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ ഓരോ എക്സാമിനേഷനും പാസ്സാകാൻ നിർത്ത് ഞങ്ങൾക്ക് ആ ഡിമോണിക് ഡ്രാഗൺ മാർബിളും അതേപോലെ തന്നെ നമ്മുടെ ലൈബ്രറിയിലേക്കുള്ള ഫസ്റ്റ് ഫ്ലോറിൻ്റെ ആക്സസും കിട്ടുന്നതല്ലേ? ഇതൊക്കെ നിർത്ത് അവൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, ആ ചുമലത്തലാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. അതെന്താണ്? നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ലൈബ്രറിയിൽ കയറാൻ സാധിക്കത്തില്ല. ഓരോ എക്സാമിന് ശേഷം ഒരു വട്ടം മാത്രമേ നിങ്ങൾക്ക് ലൈബ്രറിയിൽ കയറാൻ സാധിക്കത്തുള്ളൂ. എന്ത്? അത് മാത്രമല്ല, ലൈബ്രറി എന്ന് പറയുന്നത് ആർട്സ് മാനുവലിന്റെ ഒരു സീക്രട്ട് ആയുള്ള ആർച്ചീവ് തന്നെയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാ സമയത്തും നിങ്ങൾക്ക് അതിൻ്റെ കയറി ഇറങ്ങി നടക്കാൻ പറ്റുമെന്ന്? ഈവൻ ഹോളിനെസ് അല്ലാതെ മറ്റാർക്ക് പോലും അവിടെ പ്രോപ്പർലി പോകാൻ സാധിക്കത്തില്ല. അത്രയും സ്ട്രിക്റ്റ് ആയുള്ള ഗാർഡ്സ് ആണ് അവിടെ ഉള്ളത്. അതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നിങ്ങൾക്ക് ഏകദേശം 2 മണിക്കൂർ മാത്രമേ നിൽക്കാനും പറ്റത്തുള്ളൂ. കോപ്പ്, അവിടെ ടൈം ലിമിറ്റ് ഉണ്ടോ? ഇത് വീണ്ടും വേഴ്സ് ആയിക്കൊണ്ടിരിക്കുവാണല്ലോ. കുഴപ്പമില്ല, നീ ഹയർ അപ്പിലേക്ക് ചെല്ലുന്നിടത്ത് നിന്റെ ടൈം കൂടിക്കൊണ്ടേയിരിക്കും. അതിനും പുറമെ നിങ്ങൾക്ക് അവിടെ ഒരു സാധനം പകർത്തി കൊണ്ട് പുറത്തേക്ക് വരാൻ പാടില്ല. നിങ്ങൾക്ക് ആകെപ്പാട് മെമ്മറൈസ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. സോ നിനക്ക് മെമ്മറൈസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അവിടെ കയറിയാലും നിനക്ക് എന്തെങ്കിലും ഉപകാരമുള്ളൂ. അല്ല, അതെനിക്ക് പെർഫെക്റ്റ് ആണല്ലോ. ഞാനുള്ളത് കാരണം തന്നെ എനിക്ക് അതെല്ലാം പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്യാനായിട്ട് പറ്റും. ഓൾമോസ്റ്റ് 2 മണിക്കൂർ കൊണ്ട് 100ഓളം മാനുവൽസ് എനിക്ക് സ്കാൻ ചെയ്യാനും പറ്റും. സോ ഞാൻ നിന്നോട് ബേസിക്കലി പറഞ്ഞു വരുന്നത്, ആ നോളജ് മാത്രം ഉണ്ടായ പോലെ നിനക്ക് ആക്ച്വലുള്ള ഇന്റേണൽ പവേഴ്സും ആവശ്യമുണ്ട്. നിന്റെ ഡിറ്റർമിനേഷൻ മാത്രം വെച്ചുകൊണ്ട് നിനക്ക് എന്തായാലും ഈ 4 വർഷം അക്കാഡമി സർവേ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവൻ പറയുന്നത് സത്യം തന്നെയാണ്. ബാക്കിയുള്ളവർ വെച്ച് നോക്കാത്ത ഞാൻ ശരിക്കും ഡിസഡ്വാൻറ്റേജുകളാണുള്ളത്. അവർ ഓൾമോസ്റ്റ് വർഷങ്ങളായിട്ട് QA ഒക്കെ പഠിക്കുന്നതാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. എനിക്ക് പറയത്തക്ക ഇന്റേണൽ പവേഴ്സ് ഇല്ല, സെറ്റ്സ് ഇല്ല, ഒന്നും തന്നെയില്ല. ഇപ്പം എന്തായാലും ലെഫ്റ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡുള്ള സിയോപ്പമിൻ്റെ കീഴിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് രക്ഷിക്കാൻ സാധിക്കുമോ എന്നെ തന്നെ R6ന്റെ കയ്യിൽ നിന്ന്? അല്ല, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, താങ്കൾ ഈ തന്ന ഈ പേപ്പറൊക്കെ ഉണ്ടല്ലോ, ഇത് ഇന്റേണൽ പവേഴ്സിനുള്ള ടെക്നിക്സ് ആണോ? ആ സമയത്താണ് അവൻ പറയുന്നത്, അപ്പം നീ എൻ്റെ പുറകെ വരുന്നുണ്ട്. അതെ, അത് ഇന്റേണൽ പവേഴ്സിന്റെ ടെക്നിക് തന്നെയാണ്. അത് ഞങ്ങൾ റോയൽ ഗാർഡ്സ് യൂസ് ചെയ്യുന്നതാണ്. നീ എൻ്റെ സ്റ്റുഡൻ്റ് ആകുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും അതൊക്കെ പഠിപ്പിച്ചു തരാനായിട്ട് പറ്റും. നിനക്ക് ഇന്റേണൽ പവേഴ്സ് കൂട്ടാനും സാധിക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷേ ഒരു കാര്യം പറയാം, അറ്റ്ലീസ്റ്റ് അദ്ദേഹം എൻ്റെ സൈഡിലാണെന്നെങ്കിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ കൈ കൊണ്ട് ചാകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇതെന്തായാലും എൻ്റെ കൈവശം വരണമെന്ന് പറഞ്ഞിട്ട് അവൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്കുകയും ചെയ്യും. ഈ സമയത്ത് സിയോപ്പം ഒന്ന് ചിരിച്ചിട്ട് അവൻ നേരെ താഴത്തേക്ക് കാല് കുത്തിയിട്ട് പറയുകയും ചെയ്യും, ഞാനെന്തായാലും സാർ സിയോപ്പമിന്റെ കീഴിൽ നിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. പ്ലീസ് എന്നെ താങ്കളെ കീഴിലാക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ തല കുനിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്നത് അവൻ വീണ്ടും ചിരിക്കുകയും ചെയ്യും. ഞാൻ പലതവണ എൻ്റെ തല കുനിച്ചിട്ടിരിക്കുന്നു, ഞാൻ ഇനിയും കുനിക്കാൻ തയ്യാറാണ്, താങ്കൾ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. പക്ഷേ പെട്ടെന്നാണ് അവൻ നേരെ അവനെ പൊക്കിയെടുത്തത്. നീ ഒരു ഹോളി ബ്ലഡ് ലൈനിലെ ഒരു മെമ്പറാണെന്നുള്ള കാര്യം മറക്കണ്ട. ഹിസ് ഹോളിനെസ് ഒഴികെ നീ ആരുടെ മുമ്പിൽ 2 തവണ തല കുനിക്കേണ്ട കാര്യമില്ല. നീ എൻ്റെ സ്റ്റുഡൻ്റ്
ആയി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ട്. നീ എന്തായാലും തൽക്കാലം ഇന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് നോക്ക്. ഞാൻ തിരിച്ചു വരാൻ നേരത്ത് ബാക്കിയുള്ള കാര്യങ്ങളും നിന്റെ ഇന്നലെ പൗസ് എങ്ങനെ ഹാർഡ് റെസ്റ്റ് ചെയ്യുന്ന എല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ എൻ്റെ ചെറുക്കൻ നീ മര്യാദയ്ക്ക് നോക്കിക്കോണോട്ടെ. അവൻ എൻ്റെ സ്റ്റുഡൻ്റ് എന്നുള്ള കാര്യം നീ മറക്കണമെന്നുണ്ട്. അവനൊട്ടെ അവിടുന്ന് പോകുകയും ചെയ്യും. അല്ലീസ് അവനെ കണ്ടിട്ട് കുറച്ച് ഹാപ്പി ആണല്ലോ. അല്ല നീ ഓക്കെ അല്ലേ? കുഴപ്പമില്ല, ഒരു ചുഴലിക്കാറ്റടിച്ച ഫീലുണ്ട്. അതങ്ങനെയാണ്, പുള്ളിക്കാരനല്ലേ. എന്തായാലും കൺഗ്രാറ്റുലേഷൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ കിടക്കുവാണ്. നീ ഇത്രയും വലിയ ഇഞ്ചുറീസ് ഒക്കെ വെച്ചിട്ടുണ്ട്, നീ ശരീരം പൊക്കി അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ കിടന്ന് നിന്നെ മൾട്ടിപ്പിൾ തവണ ബോ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. ഞാൻ തൽക്കാലം കുറച്ച് അക്യോപഞ്ചർ നീഡിൽസ് ഒക്കെ എടുത്തു വെക്കാം, നീ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടേക്ക് പോവുകയും ചെയ്യും. ആദ്യം ഞാനോ ഇപ്പൊ സാർ സിയോപ്പം ഇവരെല്ലാവരും എൻ്റെ ലൈഫിലേക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് കടന്നു വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. മദർ, ഗാഡ്ജാങ്, എല്ലാ എനിമീസും ഉള്ള ഈ ഒരു അക്കാഡമിയിൽ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന കുറച്ചുപേരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അക്കാഡമിയിലെ ആ ഒരു ഗ്രേറ്റ് ഉള്ള ഡ്രിൽ ഹാളാണ്. അവിടെ കുറേ പേര് നിൽപ്പുണ്ടായിരുന്നു. പലരും അവിടുന്ന് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഈ സമയത്താണ് പെട്ടെന്ന് അവിടേക്ക് ഒരുത്തൻ വന്നത്. ഡെപ്യൂട്ടിയിൽ ഞാൻ ഇന്നലെ ഫസ്റ്റ് എക്സാമിൻ്റെ റിസൾട്ടായിട്ട് വന്നിട്ടുണ്ട്. 415 സ്റ്റുഡൻസ് ആണ് പാസ്സായിട്ടുള്ളത്. അതിൽ തന്നെ ഇൻക്ലൂഡിങ് നമ്മുടെ നമ്പർ 7. പുള്ളിക്കാരൻ ഇപ്പോൾ ഇൻഫോർമറിലുള്ളത്. പുള്ളിക്കാരനെ പേര് ജിങ് ചാങ് ഹോ എന്നായിരുന്നു. 10 വർഷം വെച്ച് നോക്കാൻ നേരത്ത് 200ഓളം പേര് കുറവാണ്. മാഡം ഹാങ് എന്തായാലും നന്നായിട്ട് തന്നെ പുള്ളിക്കട മ്യൂസിക്കൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. തോറ്റവരുടെ കാര്യം കഷ്ടം തന്നെയായിരിക്കും. ഈ സമയത്ത് തന്നെ പുറത്ത് കിടന്ന് കുറെ പേര് പറയും ചെയ്യും, അല്ല അത് ഞാൻ താഴ്ത്തി വീണതൊന്നുമില്ല, അതിൻ്റെ കാല് തെറ്റി വീണതാണ്, എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെല്ലാം അൺഫെയർ ആണ്. ഓൾറെഡി റിസൾട്ട് വന്നു കഴിഞ്ഞു, ഇനി ഒരിക്കലും നമുക്കിത് മാറ്റാൻ സാധിക്കത്തില്ല. നിങ്ങളിവിടെ കിടന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോട് അവന്മാർ പെട്ടെന്ന് മുമ്പിലേക്ക് കയറി എല്ലാത്തിനും ഇടിച്ച് താഴ്ത്തിടുന്നത്. ഇവിടെയുള്ള എല്ലാ പ്രൊഫസേഴ്സും ഒരു ക്യാപ്റ്റൻ അത്ര സ്കില്ലാണ്. ഇവിടെയുള്ള സ്റ്റുഡൻസിനൊന്നും അവരുടെ ഫ്രണ്ട് ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ എന്തിനാണ് ഈ കിടന്ന് കാണിക്കുന്നത്? അത് അവന്മാരുടെ ദേഷ്യമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ആദ്യത്തെ എക്സാം അല്ലേ. നമ്പർ 7 കാരണം തന്നെ ഈ എക്സാം ശരിക്കും ടൈറ്റായി മാറിയിരുന്നു. പക്ഷേ സ്കില്ല് മാത്രം പോലെ ലക്കും ഒരു ബെനിഫിറ്റ് തന്നെയാണ്. അവർക്കൊരിക്കലും അവരുടെ ഫെയ്ത്ത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഈ പാസ്സാവരി 2-3 ടാലന്റ് ഉള്ള ആൾക്കാരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ പ്രൊഫസർ ഹോ, താങ്കൾക്ക് അത് തോന്നിയല്ലേ? ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ തന്റെ QA യൂസ് കൊണ്ട് ഹീൽ ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 6 സെറ്റിലുള്ളവർ അത്രയും വലിയ പ്രശ്നമില്ല. എസ്പെഷ്യലി മൈനർ പീസിനു വേണ്ടി മത്സരിക്കുന്നവർ, അവരെല്ലാവരും അത്യാവശ്യം സിമ്പിളായിട്ട് തന്നെ ഇതെല്ലാം സർപ്പാസ് ചെയ്തിട്ടുണ്ട്. മാഡം ഹാങ് പുള്ളിക്കയുടെ ഹാഫ് കപ്പാസിറ്റി യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നിന്നത്. അതിനർത്ഥം ഇവിടെ വലിയ പ്രശ്നം പറ്റാത്തവർക്ക് അറ്റ്ലീസ്റ്റ് 60 വർഷത്തെ ട്രെയിനിങ്ങിന്റെ കപ്പാസിറ്റി എങ്കിലും ഉണ്ട്. മൈനർ പ്രിസ്റ്റുന്റെ ഹേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ല. അവരെങ്ങനെ നോക്കിയാലും ഒരു ഹൈ റാങ്കിൽ മാർഷൽ ആർട്സിന്റെ ലെവലുണ്ട്. എടുത്തു പറയേണ്ടത് സ്റ്റുഡന്റ് 1 ആയിട്ടുള്ള മ്യോൺ ചിയോണും പിന്നെ സ്റ്റുഡന്റ് 5 ഉള്ള യു ചാൻ ചിയോണുമാണ്. അവർ രണ്ടുപേരും മാഡം ഹാങ്ങിന്റെ ആ ഫോഴ്സിൽ ഒന്ന് അനങ്ങിയത് പോലുമില്ല. വെറുതെ അല്ല ബാക്കിയുള്ള റൂമേഴ്സ് ഇങ്ങനെ പറയുന്നത് ഷാഡോ സെക്റ്റും സേബർ സെക്റ്റും ആയിരിക്കും ഇത്തവണത്തെ ടൂർണമെന്റ് മുന്നിലേക്ക് നയിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും കൊള്ളാം, ഇത്തവണ എന്തായാലും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, ഇന്ന് എനിക്ക് അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോകേണ്ടത് കൊണ്ട് തന്നെ എനിക്കിന്ന് ഒരു ചാപ്റ്റർ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചത്. പക്ഷേ സീനില്ല, നാളെ തന്നെ നമ്മൾ വീണ്ടും മറ്റുള്ള ചാപ്റ്റേഴ്സായിട്ട് വരുന്നതായിരിക്കും. സോ അതൊന്നും മിസ്സാക്കി നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.